ഹലോ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം. ഇനി ഞാൻ വളരെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന, എന്നാൽ ഞാൻ ഇതുവരെ കുടിച്ചിട്ടുള്ളതിലെ ഏറ്റവും നല്ല മിൽക്ക് ഷേക്കായിട്ടുള്ള കാശ്മീരി മിൽക്ക് ഷേക്കാണ് ഇന്ന് തയ്യാറാക്കുന്നത്. ഏറ്റവും ഹെൽത്തി ആയിട്ടും ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കിയെടുക്കാവുന്ന നല്ലൊരു മിൽക്ക് ഷേക്കാണ് ഇത്. അതിനായിട്ട് ഞാൻ ആദ്യമായിട്ട് എടുത്തിരിക്കുന്നത് ഒരു 12-13 സോഫ്റ്റ് ആയിട്ടുള്ള നല്ല മധുരമുള്ള ഡേറ്റ്സ് ആണ്. ഡ്രൈ ആയിട്ടുള്ള ഡേറ്റ്സ് ഇതിന് വേണ്ടിയിട്ട് എടുക്കരുത് കേട്ടോ, അപ്പോൾ പിന്നെ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ലേ. അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ആ മിക്സിയിലോട്ട് ആദ്യം ഇട്ട് കൊടുത്തത് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. അതിപ്പോൾ ഞാൻ അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ നേരെ പകുതി പഞ്ചസാര പൊടിച്ചത് ഞാനങ്ങ് മാറ്റിയായിരുന്നു കേട്ടോ. ആവശ്യമുണ്ടെങ്കിൽ എടുത്താൽ മതിയല്ലോ എന്നോർത്തു. പിന്നെ ആ ബാക്കി പഞ്ചസാര പൊടിച്ചതിൻ്റെ കൂട്ടത്തിൽ ആ കുരു കളഞ്ഞ ഡേറ്റ്സും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ തന്നെ ഒരു കവർ പാല് നന്നായിട്ടൊന്ന് ഫ്രീസാക്കാനായിട്ട് ഫ്രീസറിൽ തന്നെ വെച്ചിരുന്നു. ഇത് കൊഴുപ്പ് കൂടിയ പാലെടുക്കുന്നതാണ് ഇതിന് കേട്ടോ നല്ലത്. ഉടച്ചിട്ട് കുറേ കൂടെ ഒന്ന് ഉടയണമെന്ന് തോന്നിയത് കൊണ്ട്, അത് തന്നെയല്ല മിക്സിയിൽ അടിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് ചപ്പാത്തിക്കോൽ ഒന്നുകൊണ്ടൊന്ന് ക്ലീൻ ആക്കിയിട്ട് ഒന്ന് താത്ത് കൊടുത്തിട്ട് ഡേറ്റ്സും പാലും പഞ്ചസാരയും കൂടെ ഇട്ട് ഒന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാമേ. ഇപ്പം ദേ നന്നായിട്ട് അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇപ്പം അതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ ലെവലായിട്ട് ഹോർലിക്സും 3 ടേബിൾ സ്പൂൺ ലെവലായിട്ട് ഉണക്കമുന്തിരിങ്ങ, വെളുത്ത ഉണക്കമുന്തിരിങ്ങയിലെ കുരുവില്ലാത്തത് അതും, പിന്നെ ചേർത്ത് കൊടുത്തത് 3 ടേബിൾ സ്പൂൺ കാഷ്യൂ നട്ട്സുമാണ്. അത് സ്പ്ലിറ്റഡ് കാഷ്യൂ ആണ് ഇട്ട് കൊടുത്തത് കേട്ടോ. സ്പ്ലിറ്റഡിൻ്റെ എണ്ണം നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 15 എണ്ണം 20 എണ്ണം വരുവേ. ഹോർലിക്സ് ആണ് ഞാൻ ആദ്യം ഇട്ട് കൊടുത്തത് കേട്ടോ, പക്ഷേ അപ്പോൾ ക്യാമറ ഓൺ ആക്കാൻ മറന്നുപോയതാണ്. ഇപ്പം ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു 3/4 ഭാഗമേ അടിച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ കാഷ്യൂ നട്ട്സും ചെറിയ തരിയായിട്ട് കാണും, റേസിൻസ് ആണെന്നുണ്ടെങ്കിലും ചെറിയ തരിയായിട്ട് കാണും. ഒന്ന് ക്രഷ് ചെയ്യത്തേ ഉള്ളൂ. ഈ ഒരു മിൽക്ക് ഷേക്ക് ഉണ്ടല്ലോ, ഞാൻ കുടിച്ചിട്ടുള്ളതിലും ഏറ്റവും നല്ലൊരു മിൽക്ക് ഷേക്കാണ് കേട്ടോ. നിങ്ങൾ ഒറ്റ പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്യാതിരിക്കല്ലേ. എത്ര നല്ല മിൽക്ക് ഷേക്ക് ആണെന്നുണ്ടെങ്കിലും പഞ്ചസാര കൂടിയാലും കൊള്ളില്ല, കുറഞ്ഞാലും കൊള്ളില്ല. അപ്പം നിങ്ങൾ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചു വെച്ചിട്ട് അതിൻ്റെ പകുതി ചേർത്തിട്ട് മധുരം വീണ്ടും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ മറ്റേ പകുതി ചേർക്കാവുള്ളൂ കേട്ടോ. കാരണം നമുക്ക് കിട്ടുന്ന ഡേറ്റ്സിൻ്റെ മധുരം അനുസരിച്ചിരിക്കും നമ്മൾ മധുരം കൂട്ടണോ കുറയ്ക്കണോ എന്നുള്ളത് തീരുമാനിക്കുന്നത്. അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് പിന്നെ കാണാം. താങ്ക്